എന്നോട് എന്താ പറഞ്ഞേ? വാഴക്കട്ടെ, വാഴ കൊലക്കട്ടെ, കൊല വെട്ടട്ടെ, കൊല വിക്കട്ടെ, ഇനി എന്തോന്ന് കൊലയെടുത്തിട്ട് വെട്ടും, തേങ്ങാ കൊല. സ്ത്രീധനം മാത്രം കണ്ടുകൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഒരു സാധനമുണ്ട്. എന്നതാ? എന്റെ സ്വപ്നങ്ങൾ. അവൻ കൂട്ടുകാരെല്ലാം കൂടെ ചെലവിന് ടൂർ കൊടുക്കണമെന്ന്. എന്തോ കൊക്കമ്പിച്ചടി പറയും. കൂട്ടുകാരെല്ലാം കൂടെ ടൂറിന് പോകുന്ന ചെലവിന് കൊടുക്കണമെന്ന്. കൂട്ടുകാർക്കെല്ലാം കൂടെ ചെലവിന് കൊടുക്കണം. ഞാൻ കൂടെ ഉണ്ടാക്കി വെച്ചേക്ക് വേണം. അതല്ലെന്ന് കുഞ്ഞിന് എന്തേലും കൈമണി കൊടുക്കാനെന്ന്. എവിടാ പോന്നെ? എവിടാടാ പോന്നെ? മൂന്നാറാ പോന്നെ. മൂന്നാർ എന്തോ കാണാൻ പോവാ അവൻ. ഇരിക്കാൻ പറ അവനോട്. മൂന്നാർ എന്തോ കാണാൻ പോവാടാ നീ. എന്നും ഞാൻ ഈ വീട്ടിൽ 2 മരമോത്ത കാണുമല്ലേ? നാട്ടിൽ പോയി അവിടെ പോയി എല്ലാ ആൾക്കാരെയൊക്കെ കാണട്ടെ. എന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത കാണുന്നില്ലയോ? നാട്ടിലെങ്ങനെ പോയി നല്ലൊരു മോന്ത കാണും. അവൻ 2 മോന്തയുടെ കാര്യമാണല്ലോ പറഞ്ഞു. ഒരെണ്ണം ഞാൻ ഇപ്പൊ കട്ട് ചെയ്തു. നീ മിടിക്കുക. ഇടയ്ക്ക് എന്നിട്ടേ അവൻ പറയുന്നത് എന്നോടും ഞാൻ പറയുന്നത് അവനോടും പറഞ്ഞാൽ മതിയല്ലോ. തീർന്നല്ലോ, പഠിക്കണ്ടല്ലോ, മിടിക്കുക. പൈസ വല്ലതും കൊടുക്കുന്നത്. എത്ര രൂപ വേണം ചൈന്? 2500 രൂപ. 2500 എന്തിനാണ് നിനക്ക് നിരക്കാൻ പോകുന്നതിന്? 5000 രൂപ. നിങ്ങൾ ഈ മുനിമാര് തപസ് ചെയ്യുമ്പോഴേ നിങ്ങൾ ഇടയ്ക്ക് വിശ്രമമൊക്കെ ഉണ്ടാവാറുണ്ടോ? തപസ്സിന് ഇഷ്ടം പോലെ വിശ്രമ സമയമല്ലേ. ഞങ്ങൾ രാവിലെ 8 മണിക്ക് തപസ്സിന് ഇറങ്ങും. 8 മണിക്ക് തപസ് ചെയ്യണ ഏരിയ അറിയാലോ, കാടും പള്ളയൊക്കെ ആയിരിക്കും. അതൊക്കെ പറിച്ച് മാറ്റി വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ മുനിമാരെല്ലാം കൂടെ വട്ടം കൂടി നിന്ന് മന്ത്രോച്ചാരണം തപസ്സൊക്കെ തുടങ്ങും. കൃത്യം 1 മണിക്കുമ്പോൾ ഞങ്ങൾ തപസ് നിർത്തി ഊണ് കഴിക്കാൻ പോകും. ശരി. ഞങ്ങൾ അങ്ങനെ വട്ടം വളയിൽ നിന്ന് മുട്ട വറുത്തൊക്കെ കൂട്ടി. മുട്ട വറുത്ത കൂട്ടിയോ? മുട്ട വറുത്തെന്ന് പറഞ്ഞു എന്ന് വട്ടം കൂടി ഇരുന്ന് സ്വറ പറഞ്ഞിരുന്ന് ഊണ് കഴിക്കും. എന്നിട്ട് 2 മണിക്ക് വീണ്ടും തപസ് തുടങ്ങും. 5 നടിക്കുമ്പോൾ ഞങ്ങൾ തപസ് നിർത്തി കമണ്ടലും യോഗദണ്ഡുമായിട്ട് നേരെ വീട്ടിലേക്ക് പോകും. ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ. പക്ഷെ അതിന്റെ പേര് തപസ്സെന്നല്ല, തൊഴിലുറപ്പെന്നാണ്. എന്റെ തപസ്സിനെ എന്നെ ശപിച്ച് പൂച്ച, എനിക്ക് പൂച്ചയുടെ ഫിഗർ കിട്ടത്തില്ല. വേണമെങ്കിൽ എന്നെ ശപിച്ച് ടൊയിനെ ആക്കിക്കോ. പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി. നമ്മൾ നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. നമ്മൾ ചെയ്തത് തോം തോം തോം, തെറ്റുകളാണേ തോം തോം തോം, ദൈവത്തോടായി തോം തോം തോം, ക്ഷമ ചോദിപ്പൂ തോം തോം തോം. നമ്മൾ ചെയ്തത് തോം തോം തോം, തെറ്റുകളാണേ തോം തോം തോം, ദൈവത്തോടായി തോം തോം തോം, ക്ഷമ ചോദിപ്പൂ തോം തോം തോം, തോം തോം തോം, തോം തോം തോം, തോം തോം തോം. നമ്മൾ ചെയ്തത് തോം തോം തോം, തെറ്റുകളാണേ തോം തോം തോം, ദൈവത്തോടായി തോം തോം തോം, ക്ഷമ ചോദിപ്പൂ തോം തോം തോം. അച്ഛൻ പറഞ്ഞ പെണ്ണിനെ തന്നെ ഞാൻ കല്യാണം കഴിച്ച് 3 മാസം കഴിഞ്ഞപ്പോ തന്നെ അച്ഛൻ അലമ്പ് തുടങ്ങി. എന്തലമ്പ്? അച്ഛന്റെ അലമ്പൊന്നും പറയാതിരിക്കാണ് ഭേദം. അങ്ങനെ തന്നെ വീട്ടിലാകെ പ്രശ്നമായപ്പോ ആളുകളൊക്കെ കൂടി നമ്മുടെ ബന്ധക്കാരൊക്കെ ഒന്നൊരു തീരുമാനം ഉണ്ടാക്കി. അപ്പൊ അച്ഛൻ പറഞ്ഞു ആദ്യം കല്യാണം കഴിച്ച ആള് മാറി താമസിക്കാൻ പറഞ്ഞു. അപ്പൊ സാറേ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അച്ഛനല്ലേ മാറി താമസിക്കേണ്ടത്, അച്ഛനല്ലേ നമ്മുടെ വീട്ടിൽ ആദ്യം കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചു. അതല്ലേ സാറേ മര്യാദ?